ഗൈസ്, അപ്പോൾ ഇന്ന് ഫേസ് പാക്കിന്റെ ഒരു വീഡിയോ ഇട്ടിട്ട് വന്നിട്ട് ഫേസ് മറച്ചു വെച്ചിട്ട് വീഡിയോ എടുക്കുന്നത് ഗൈസ്. എനിക്ക് ഫേസിൽ നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് പ്രസന്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ഞാൻ കാണിച്ചു തരാം. കാരണം ഇതായിരുന്നു കേട്ടോ, ഫേസിൽ പിമ്പിൾസ് വന്നിട്ട് 3 ദിവസമായി. അപ്പോൾ എനിക്ക് ഫേസിൽ ഇപ്പോൾ ചെറിയ ചെറിയ പിമ്പിൾസ് ഒക്കെ വന്നിട്ടുണ്ട്, എന്നാലും വലിയ പിമ്പിൾസ് ആയിട്ട് വന്നേക്കണ ഒരു 3 ഉണ്ട്. 3 കുറിക്കുകയാണെങ്കിൽ 3 ഇന്ന് ഫെബ്രുവരി 26-ാം തീയതി ഞാൻ പറയാൻ കാരണം ഇന്നോട്ട് ഞാൻ ആ ഫേസ് പാക്ക് ഇടുമ്പോൾ നിങ്ങൾക്കത് എത്ര ദിവസം കൊണ്ടാണ് അത് റിമൂവ് ആയി പോകുന്നത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഡേറ്റ് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഫേസ് പാക്ക് ഇട്ട ശേഷം ഉണ്ടായി ഇത് ഇങ്ങനെ പഴുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ അതൊന്ന് വേഗം പോയി അപ്ലൈ ചെയ്തിട്ട് വരാം. അപ്പോൾ എന്തൊക്കെയാണ് അതെന്നുള്ളത് പറയട്ടോ അതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ഇതാണ് ഇപ്പോൾ ചെപ്പിലാക്കി വെച്ചാൽ ആവശ്യത്തിനടുത്താണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ കോഫി പൗഡറില്ലേ, ഞാൻ പറഞ്ഞില്ല ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് നമ്മുടെ ഈസ്റ്റൻ്റെ കോഫി പൗഡറാണ്. അതും പിന്നെ ഓറഞ്ചിൻ്റെ ഉണക്കിയ പൗഡറും. അപ്പോൾ അതുകൊണ്ട് രണ്ടും കൂടി മിക്സ് ആക്കി വെച്ചിട്ടാണ് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് തൈരിലോട്ട് ഉപയോഗിക്കാം, ഞാൻ സാധാ വാട്ടറിലിട്ടിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സാധാ വെള്ളത്തിനാട്ടോ മിക്സ് ചെയ്യണം. എനിക്ക് വേറെ ഒന്നും പിടിക്കാത്തതുകൊണ്ട് ഞാൻ സാധാ വെള്ളത്തിലും, എനിക്ക് വെക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കയ്യിലൊരു ഇതായിട്ട് വെച്ച് അപ്പോൾ ഇതിങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ വെച്ചെടുക്കാം, പൊട്ടണമല്ലോ, നല്ല പെയിൻ ഉണ്ട് കേട്ടോ. ഓ ചെറിയ കട്ടിക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ചെറിയൊരു തീറ്റലൊക്കെ ഉണ്ടാവും കേട്ടോ, സാരില്ല, പോയി കിട്ടിയാൽ മതിയല്ലോ. ബാക്കി ഞാൻ ഫേസിനോട് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ. അപ്ലൈ ചെയ്തിട്ട് കാണാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കുരുള്ളിടത്തുനിന്ന് ഇതാക്കി വെച്ച് കൊടുക്കണം, ഇച്ചിരി പൊത്തി വെച്ച് കൊടുക്കണം. എല്ലായിടത്തും കൊടുക്കാൻ ചെറിയ ചെറിയ പിമ്പിൾസൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെയ്യാറുള്ളൂ. എനിക്ക് അതുകൊണ്ട് എൻ്റെ പഴയ ഫേസ് അറിയാവുന്നവർക്ക് അറിയാം, നിറച്ച് പിമ്പിൾസ് ഇങ്ങനെ പൊറ്റ് പോലെ നിൽക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോകും. പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിത് വാഷ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ചിലപ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. 2 ദിവസം 3 ദിവസമായിട്ട് എനിക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ട് എനിക്കത് പഴുത്തിരിക്കുന്നുണ്ടായി, പൊട്ടാൻ സാധ്യതയുണ്ടായി. ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു 15 മിനിറ്റൊക്കെ പിടിച്ചിട്ടുണ്ട്, ഞാൻ 15-20 മിനിറ്റൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നോക്കി നമ്മുടെ വരണ്ട പ്രദേശം പോലെ ആയിട്ടുണ്ട്. ഫേസ് കളയിട്ടോ, സാധാരണ വെള്ളത്തിൽ കഴുകാണ് കേട്ടോ. ഇനി നനച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ വെറുതെ ഇങ്ങനെ ഇതാക്കിയെടുക്കാം. കണ്ടോ ഉണ്ടോ? അപ്പം എന്താ ഞാൻ ഫുൾ കളയട്ടെ കേട്ടോ, കളഞ്ഞിട്ട് കാണാം. കറണ്ട് പോയി, പൊട്ടി ഇതെൻ്റെ കൈസ് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അമ്മേ ചില കുരുകൾ നമുക്ക് ഇത്രയും ഇതുപോലെ ചെറിയ പിമ്പിൾസ് ഒക്കെ ആണെങ്കിലല്ലേ, ഞാൻ വെട്ടത്ത് പോട്ടെ കേട്ടോ, പൊട്ടിയിട്ടുണ്ട് ചെറുതായിട്ട്. ഇതുപോലെ ഈ കുരുക്കളൊക്കെ ആണെങ്കിൽ ചിലത് പഴുക്കത്തില്ല കേട്ടോ, ചിലത് അങ്ങനെ തന്നെ ചുരുങ്ങി പോകാറുണ്ട് കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു ഇത് പഴുക്കാൻ സാധ്യത ഇല്ലെന്ന് തോന്നുന്നുണ്ട്. വേദനയൊന്നുമില്ല, ചുരുങ്ങി വന്നുണ്ട്. ഇച്ചിരി കൂടി വലുതായിരുന്നു, ചുരുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇവിടത്തെ എനിക്ക് അത് പഴുത്തിട്ടുണ്ട് കേട്ടോ. ഇതും പഴുത്ത്, ഇത് പക്ഷേ ചുരുങ്ങി വന്നെ കണ്ടോ. ഇപ്പോൾ അത് 2-3 ദിവസം മുന്നേ എനിക്കിത് നല്ല പെയിനും ഇച്ചിരി വലുപ്പവും ഉണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോൾ ഇങ്ങനെ നോക്കിയേ കണ്ടോ, അമങ്ങിപ്പോൾ ഉണ്ട്. അപ്പോൾ ചിലത് അമങ്ങി പോകുന്നുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, എനിക്കിതിന് മുന്നേ ഉണ്ടായതൊക്കെ അങ്ങനെയായിരുന്നു, പഴുത്തിട്ടുണ്ടായിരുന്നില്ല. ടിഷ്യൂ എടുക്കട്ടെ എന്ന് കരുതി, കാരണം കറണ്ടില്ല. വെളിയിൽ പോയിട്ട് നമുക്ക് നോക്കാം. എന്താ ചെറിയ പൊടി കുരുക്കൾ വരെ ഇങ്ങനെ ചിലത് പഴുത്തിട്ടുണ്ട് കേട്ടോ. ഇത് തനിയെ പൊട്ടിപ്പോകട്ടോ. അതുകൊണ്ടോ ഭയങ്കരമായിട്ട് പഴുത്തിപ്പുണ്ട്, അത് പൊട്ടിപ്പോകാൻ സാധിക്കും. പക്ഷെ ഇത് അമങ്ങിപ്പോയട്ടോ, അമങ്ങി വന്നുണ്ട്. ടിഷ്യൂ വെച്ചിട്ടൊന്ന് അമർത്തി എടുക്കാൻ പറ്റും നോക്കട്ടെ കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ ചലം മൊത്തം ഇവിടെയൊക്കെ വീണിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ എല്ലായിടത്തും ആവും, പടരും. ചെറുതായിട്ട് ഇങ്ങനെ ചലം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫുള്ളായിട്ട് പൊട്ടിപ്പോയെങ്കിൽ നമുക്ക് വേദന അങ്ങോട്ട് കുറഞ്ഞേനായിരുന്നു. ഞാൻ ഒന്ന് നോക്കട്ടെ കേട്ടോ. അറിയില്ല കേട്ടോ. അമ്മേ സകല കണ്ട ദൈവം.
ഇത്രയും ചോര ഇത് ഫുള്ള് ഇങ്ങനെ എടുത്ത് ഇതിനുള്ളിലൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇത് മടക്കി ഇങ്ങനെ പൊത്തി എടുത്തോണ്ടിരിക്കാം കേട്ടോ. അപ്പൊ പിമ്പിൾസ് ഒരിക്കലും പൊട്ടിക്കരുത് കേട്ടോ. പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാടാവും. പിന്നെ ഞാൻ എൻ്റെ ആ ചലമൊക്കെ അവിടെയൊക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലേ അപ്പോഴും ആവും. കുറേ കഴിഞ്ഞിട്ടൊരു സ്റ്റെപ്പും കൂടി കേട്ടോ. അത് നിർബന്ധമായിട്ട് ചെയ്തേക്കണം. അപ്പം ഞാൻ ഇതൊന്ന് കളഞ്ഞിട്ട് വരാം, എന്നിട്ട് പറഞ്ഞുതരാം. ഞാനിതിങ്ങനെ പൊത്തി വെച്ചേക്കണായിരുന്നു കേട്ടോ. കാരണം ബ്ലീഡിങ് ഉണ്ട്. എന്നാലും അവിടെ ഇരിക്കട്ടെ, പിന്നെ പൊത്തി വെക്കാം. അപ്പം നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ അലോവേര അപ്ലൈ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഫേസ് ഭയങ്കര ഡ്രൈനെസ് ആയി പോകും. നിങ്ങൾക്ക് അലോവേര ജെൽ അല്ലെങ്കിൽ മോയ്സ്ചറൈസേഷൻ ഏത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. എനിക്കിപ്പോൾ ഞാൻ അതൊന്നും അപ്ലൈ ചെയ്യാറില്ല, എൻ്റെ ഫേസിനൊന്നും പിടിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ അലോവേര കേട്ടോ എപ്പോഴും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ. നിർബന്ധം ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഫേസ് വല്ലാണ്ട് ഡ്രൈ ആയി പോവും. പിന്നെ അപ്പോൾ ഇത്രയുള്ള കേട്ടോ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്നാലും അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ഇട്ട് കാണുമ്പോഴേക്കും ബൈ, സീ യു.